നമസ്കാരം. ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി നേരിടാനുവച്ച് കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചു. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് മോദി സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിർത്തിയുടെ ആദ്യ സൂചനയായി അമേരിക്കയിൽ നിന്ന് പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ യാത്ര റദ്ദാക്കിയതായി ഏതാനും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും രാജ്യവും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം ട്രംപിനില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കിയതെന്നാണ് വിവരം. മോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമാണ് ഇന്ത്യ റദ്ദാക്കിയത്. അമേരിക്കയുമായുള്ള ചില പ്രതിരോധ ഇടപാടുകൾ നിർത്തിവെച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. തീരുവയിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്നും സ്ഥിതി സംയമനത്തോടെ കൈകാര്യം ചെയ്യുമെന്നും കേന്ദ്രം വിവരിച്ചിട്ടുണ്ട്. റഷ്യയുമായി ഇന്ത്യക്ക് പരമ്പരാഗതമായ ബന്ധമുണ്ട്. ഒരുപാട് വർഷങ്ങൾ നീണ്ട വ്യാപാര ബന്ധമാണിത്. എണ്ണയും ആയുധങ്ങളുമെല്ലാം കാലങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള നിരവധി ആയുധങ്ങൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവയെല്ലാം റഷ്യയിൽ നിന്നും വാങ്ങിയവയാണ്. റഷ്യയുമായിട്ടുള്ള ആയുധ കരാറും വ്യാപാര ബന്ധവും അതുകൊണ്ട് തന്നെ ഇന്ത്യ തുടരും. ഡൊണാൾഡ് ട്രംപ് എന്തു പറഞ്ഞാലും റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തിവെക്കില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. പക്ഷേ പരസ്യമായി വെല്ലുവിളിച്ച് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നുമില്ല. കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. പരസ്യ വാഗ്വാദം ഇക്കാര്യത്തിൽ അമേരിക്കയുമായി വേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. അമേരിക്കയുമായി പരസ്യ ഏറ്റുമുട്ടൽ ഇല്ലെന്ന് വ്യക്തമാക്കുമ്പോഴും ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ബ്രസീൽ പ്രസിഡന്റുമായി ഇന്നലെ രാത്രി 1 മണിക്കൂറിലേറെ പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തിയിരുന്നു. ഈ സംഭാഷണത്തിൽ ബ്രിക്സുമായി ചേർന്ന് നിൽക്കുമെന്നാണ് ഇന്ത്യ ഉറപ്പ് നൽകിയത്. ഇന്ന് ചൈനയും ഇന്ത്യക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കിയത്. പ്രതിരോധ മന്ത്രിയെ വരുന്ന ആഴ്ച US-ലേക്ക് അയക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ചയായിരുന്നു ഈ സന്ദർശനം. മോദിയുടെ സന്ദർശന വേളയിൽ ധാരണയിലെത്തിയിരുന്ന ആയുധ കരാറുകളിലടക്കം ഒപ്പുവെക്കാനും അവ പ്രഖ്യാപിക്കാനുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ യാത്ര. എന്നാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. തീരുവകളിൽ വളരെ പെട്ടെന്ന് മാറ്റം വരുത്തിയ ചരിത്രമുള്ളയാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ തീരുവയുടെ കാര്യത്തിൽ US-മായി കേന്ദ്രം സജീവ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. തീരുവയുടെ കാര്യത്തിലും ഉഭയകക്ഷി ബന്ധത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ ആയുധങ്ങളും മറ്റും വാങ്ങാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ അത് പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ നടക്കാനിടയില്ല. US-ൽ നിന്ന് ആയുധങ്ങളും മറ്റും വാങ്ങുന്നത് താൽക്കാലികമായി നിർത്താൻ ഇതുവരെ രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ് നിർമ്മിച്ച സ്ട്രൈക്കർ യുദ്ധവാഹനങ്ങളും റേഡിയോൺ, ലോക്ഹീഡ് മാർട്ടിൻ എന്നിവ വികസിപ്പിച്ചെടുത്ത ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളും വാങ്ങാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി. ഇതാണ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യ-US ബന്ധം ഉലയുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടുകൾ. അതേസമയം തീയതി ആയിട്ടുമില്ല. ചൊവ്വാഴ്ച റഷ്യയിലെത്തിയ ഡോവൽ വ്യാഴാഴ്ച പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.